എന്തുകൊണ്ട് ക്രിസംഖികൾ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഗസ എന്ന് പറയുന്ന സ്ഥലത്ത് മരിച്ചു വീഴുന്നത് ഒന്നും അറിയാത്ത ചെറിയ കുട്ടികളാണ്. ഈ ചെറിയ കുട്ടികൾക്ക് എന്ത് ഹമാസ്, എന്ത് ഇസ്രായേൽ, എന്ത് യുദ്ധം? ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറിയ കുട്ടികളാണ് മരിച്ചു വീഴുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ചരിത്രത്തിൽ മാത്രം കേട്ടിട്ടുണ്ടാവുള്ളൂ, ഫുഡൊന്നും കിട്ടാതെ പട്ടിണി കൊണ്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്ന ആ ഒരു അവസ്ഥ. പക്ഷേ നമ്മൾ നേരിട്ട് കാണുകയാണ് ഇപ്പോൾ ഗസയിൽ. ഇങ്ങനത്തെ ഓരോ വാർത്തകൾ വരുമ്പോഴും അതിൻ്റെ അടിയിലും കൂടി വർഗീയത ചവച്ച് തുപ്പുന്ന ആൾക്കാർ ഒരുപാട് കേരളത്തിലുണ്ടെന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്ത് തോന്നാന്ന് വെച്ചാൽ ഒന്നും തോന്നണില്ല. ഇങ്ങൾക്കും ഈ ഒരു അവസ്ഥ വരാതെക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ക്രിസംഖികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇത്തരത്തിൽ കൂടുതൽ വർഗീയ കമൻറ്റുകളായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ വരുന്നത്. ഇൻസ്റ്റയിലില്ല കേട്ടോ, ഇൻസ്റ്റയിൽ അങ്ങനത്തെ ഒരു സാധനമില്ല. ഫേസ്ബുക്കിൽ ക്രിസംഖികൾ എന്തുകൊണ്ട് കൂടുതൽ വിഷം പുറത്ത് ചീറ്റുന്നതെന്ന് വെച്ചാൽ ഓരോ മനസ്സിൻ്റെ ഉള്ളിലെ വർഗീയത, അതന്നെ അതിനുള്ള ഉത്തരം. അല്ലാതെ ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് എന്താണ് യുദ്ധമോ അല്ലെങ്കിൽ എന്താണ് ഹമാസോ ഇസ്രായേലോ ഒന്നും അറിയില്ല. എത്ര മാസങ്ങൾ കൊല്ലങ്ങളായിട്ട് നിരപരാധികളായിട്ടുള്ള ചെറിയ ചെറിയ കുട്ടികളാണ് കൊന്നൊടുക്കുന്നത്. അങ്ങനത്തെ വാർത്തകൾക്കിടയിലും ഇവർ വർഗീയത ആഞ്ഞ് ഛർദ്ദിക്കാന്ന് പറയുമ്പോൾ എവിടേക്കെത്തി ഇവർക്കൊരവസ്ഥ? ഇവരെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഇവരെ സ്വന്തം ഫാമിലിയിലോ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഇതേപോലെ ഇവർ വർഗീയത ഛർദ്ദിക്കുമോ? ഇല്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് ഈ ക്രിസംഖികൾ. ഏറ്റവും കൂടുതൽ വർഗീയത ഇപ്പോൾ പുറത്തേക്ക് വൊമിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പേരും നാളും ഊരൊന്നും പറയണില്ല. പക്ഷെ എന്താ അറിയോ, ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് വരാതെക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു നേരത്തെ ഫുഡ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തലങ്കും വിലങ്ങും കടന്ന് ഓടും. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഒന്നും കിട്ടാതെ നടക്കേണ്ട ആൾക്കാരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക സ്വന്തം. അല്ലാതെ വെറും മതം എന്നുള്ളത് ഉള്ളിൽ കയറ്റി വർഗീയത ഉള്ളിൽ നിറച്ച് പുറത്തേക്ക് വിഷം ചീറ്റുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഭാവിയിൽ വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്.